ഹലോ ഗൈസ്, എല്ലാവർക്കും വൺ ലുക്ക് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി നമ്മുടെ ചാനലിൽ വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മുതൽ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ പ്രീ സീസൺ മത്സരത്തെ പറ്റി ചർച്ച ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് കടക്കാം. ISL 7ാം സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തി വരുന്ന പ്രീ സീസൺ മത്സരത്തിൻ്റെ അവസാനത്തെ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത്. നവംബർ 14-ാം തീയതി ജംഷഡ്പൂർ FCയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. 7ാം സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്ന പ്രീ സീസൺ മത്സരങ്ങളിൽ കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയായിരുന്നു. ATK മോഹൻ ബഗാൻ FCയോട് കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 പരാജയപ്പെട്ടത്. അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 5 ഫോറിൻ പ്ലെയേഴ്സിനെ കളിപ്പിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കോസ്റ്റ, ഗോമസ്, സിഡോ, ഹൂപ്പർ, ബക്കി കോൺ എന്നീ 5 താരങ്ങളെ കളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നത്. ബക്കി കോണിൻ്റെ ക്വാറന്റൈൻ കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ടീമിലേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട്. ഫക്കുണ്ടോ ജോർദാൻ്റെയും ക്വാറന്റൈൻ കഴിഞ്ഞിട്ടില്ല. ഈ മത്സരത്തിന് ശേഷമായിരിക്കും ഇരുവരുടെയും ക്വാറന്റൈൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അവർ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ 5 ഫോറിൻ പ്ലെയേഴ്സിനെയും ഉൾപ്പെടുത്താൻ സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് 11-ൽ മുഴുവൻ ഇന്ത്യൻ പ്ലെയേഴ്സിനെ വെച്ച് തുടങ്ങാനും സെക്കൻഡ് ഹാഫിൽ ഫോറിൻ പ്ലെയേഴ്സിനെ ഇറക്കാനും ഉള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ മത്സരത്തിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗോൾ കീപ്പറായി എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഗോമസ് തന്നെയാണ്. ഡിഫൻസിലേക്ക് വരുമ്പോൾ നിഷു കുമാർ, കോസ്റ്റ, ഹക്കു, ജസൽ എന്നീ 4 താരങ്ങളായിരിക്കും സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടാൻ സാധ്യത. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഹക്കുവിനെ മാറ്റി കോണിനെ ഇറങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഗോമസ് ആൻഡ് രോഹിത് ആയിരിക്കും ഉണ്ടാവുക. സെൻട്രൽ മിഡ്ഫീൽഡറായി സിഡോയും വിങ്ങേഴ്സായി രാഹുലും നോയരയും ആയിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നോയരയെ മാറ്റി സത്യസൻ സിംഗിനെ ഇറക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഏക സ്ട്രൈക്കറായി കളിക്കുക ഹൂപ്പർ തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.